അപ്പോൾ ആ സമയത്ത് ഗോപ്രോയുടെ വൈഫൈ വർക്കിംഗ് ആയിരുന്നില്ല. പിന്നെ അവസാനം അടിച്ചു പോയിന്ന് തന്നെ ഉറപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും ഗോപ്രോ വാങ്ങിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കാത്ത സാധനം കസ്റ്റംസിൻ്റെ ഡിക്ലറേഷൻ, RMA ഫോം, എന്തോ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ഒരു സൈൻ ചെയ്താൽ എല്ലാം വേണ്ട, നമുക്ക് നടു റോട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു അൺബോക്സിങ് ആക്കാം. സാധനം ഉണ്ട് ഗൈസ്, കിട്ടിപ്പോയി കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഗോപ്രോ. ഇതുപോലെ ഗോപ്രോ അടിച്ചു പോകുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവരുണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗോയ്സ്. ഇന്നത്തെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു വ്ളോഗാട്ടോ. എൻ്റെ ഗോപ്രോ അടിച്ചു പോയി. അപ്പോൾ ഗോപ്രോക്ക് എന്തൊക്കെയാണ് പറ്റിയതെന്നും ഞാൻ എന്തൊക്കെ അത് റീസോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 1-ാം തീയതിയാണ് 2021. അപ്പോൾ എൻ്റെ ഗോപ്രോക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗോപ്രോ ഞാനൊരു റൈഡൊക്കെ, ഒരു വയനാട് റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈഡിന് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഗോപ്രോയുടെ വൈഫൈ വർക്കിംഗ് ആയിരുന്നില്ല. ഞാൻ അതിൻ്റെ ഡ്യുവൽ ബാൻഡ് രണ്ടും ചെയ്ത് നോക്കി, 2.4ഉം 5 GHz രണ്ടിലും ഇട്ട് നോക്കി. പക്ഷേ ഫോണിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാനും ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ട് നടന്നു. പിന്നെ അതിന് ശേഷം ഒരു നെല്ലിയാമ്പതി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്നും കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ സജഷൻ വെച്ചിട്ട് പിന്നെ വെബ്സൈറ്റിൽ FAQ ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ എൻ്റെ ഗോപ്രോ എടുത്തിട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്തു. പക്ഷേ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ ഫാക്ടറി റീസെറ്റ് ചെയ്തു, അതിന് ശേഷം പിന്നെ ഗോപ്രോ തിരിച്ച് ഓണായില്ല. ഞാൻ കുറേ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, ബാറ്ററി മാറ്റിയിട്ട് നോക്കി, എല്ലാവിധ പണികളും നോക്കി. പിന്നെ അവസാനം അടിച്ചു പോയിന്ന് തന്നെ ഉറപ്പിച്ചു. ബാറ്ററി ഇടുമ്പോൾ ഒരു റെഡ് സിമ്പിൾ കത്തും, പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗോപ്രോയുടെ വെബ്സൈറ്റിൽ തന്നെ അവരെ സപ്പോർട്ടുണ്ട്. അവരെ നമ്പറിൽ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്തു. കോൾ ബാക്കിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു സായിപ്പാണ് സംസാരിക്കുക. അപ്പോൾ അവർ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും, നമ്മുടെ പേര്, ഇമെയിൽ ID, സാധനത്തിൻ്റെ സീരിയൽ നമ്പർ. പിന്നെ അവർ ഓരോ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചാർജറിൽ കുത്തിയിട്ടിട്ട് ബാറ്ററി ഊരിയിട്ടൊക്കെ സ്റ്റാർട്ടാക്കാൻ നോക്കാൻ പറഞ്ഞു. പവർ ബട്ടൺ നെക്കി പിടിച്ചിട്ട് റീസെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം ട്രൈ ചെയ്തു, വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അവർ റീപ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവർ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ ഗോപ്രോയുടെ പ്രൂഫ് ഓഫ് പർച്ചേസ് ആണ്. ആ പ്രൂഫ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഗോപ്രോ വാങ്ങിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കാത്ത സാധനമാണ്. അതായത് ബില്ല്. നമ്മൾ ഈ ബില്ല് എപ്പോഴും വാങ്ങിച്ച് സൂക്ഷിച്ചേക്കണം. ഇപ്പോൾ ഏതെങ്കിലും OLX നിന്ന് എവിടെന്നെങ്കിലൊക്കെ ഏതെങ്കിലും കണക്ഷൻസിൽ നിന്ന് ഗോപ്രോ വാങ്ങിക്കുകയാണെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ബില്ല് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യൂസ്ഫുൾ ആവും. എൻ്റെന്ന് പറഞ്ഞാൽ UAE നിന്ന് വാങ്ങിച്ചായിരുന്നു എൻ്റെ ബ്രദർ. അപ്പോൾ അവനെ ബുദ്ധിമുട്ടിച്ച് 2 ദിവസമൊക്കെ കാത്തു നിന്നിട്ടാണ് പിന്നെ എനിക്ക് ബില്ല് ഒപ്പിക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ ഒരു പ്രൂഫ് ഓഫ് പർച്ചേസ്. അങ്ങനെ ആ കിട്ടിയ ബില്ലും വെച്ചിട്ട് അവസാനം അപ്ലോഡ് ചെയ്തപ്പോൾ അവർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്കൊക്കെ ഇമെയിലിൽ അയച്ചു തരും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ റീപ്ലേസ്മെൻറ്റ് ഇഷ്യൂ ചെയ്തു. അതിനുശേഷം എന്താ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇവർ നമുക്കൊരു ഫോമൊക്കെ അയക്കും, ഒരു RMA ഫോം, പിന്നെ അതിലെ കണ്ടൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഫോം. അതുപോലെ തന്നെ അവർ UPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയർ കമ്പനി യൂസ് ചെയ്തിട്ടാണ് അവരെ സിംഗപ്പൂരിലുള്ള ഹെഡിലോട്ട് അയക്കുക. അപ്പോൾ നമ്മൾ UPS കൊറിയറിൻ്റെ ഓഫീസിലോട്ട് സാധനം എത്തിക്കണം. UPS കൊറിയർ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ വേണ്ട ഇതാണ് ഗോപ്രോ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 3 റെസിപ്റ്റ്സ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് അവർക്ക് അയക്കാനുള്ള ഫോം, ഇത് അവർക്ക് അയക്കാനുള്ള അതിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള സ്ലിപ്പ്, പിന്നെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഇൻവോയ്സും ഒരു RMA ഫോമും ഇതിൻ്റെ ഈ പെട്ടിയുടെ ഉള്ളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് ഗോപ്രോ അയക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഒറിജിനൽ പോലെ. പിന്നെ ഇതിൻ്റെ ബാറ്ററി, SD കാർഡ് എല്ലാം റിമൂവ് ആക്കിയിട്ട് വേണം അയക്കാൻ. ബാറ്ററി ഒക്കെ കൂട്ടത്തിൽ അയച്ചു പോയി കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് നമുക്ക് പുതിയൊരു ബാറ്ററി ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റാണ് തരാം. അപ്പോൾ ബാറ്ററി, SD കാർഡ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ റീപ്ലേസ്മെൻറ്റ് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ കൊച്ചിയിലുള്ള UPSൻ്റെ ഓഫീസിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അവർ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് ഫോംസ് അയച്ചു തരും, അതായത് കസ്റ്റംസിൻ്റെ ഡിക്ലറേഷൻ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അതും ആ ഫോമുകളും കൂടി കൂട്ടി ഫില്ല് ചെയ്തിട്ട് ഈ
ബോക്സിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ആ കൊറിയറിലോട്ട് അയക്കണം. ഇപ്പോൾ എൻ്റെ നാട് മലപ്പുറമാണ്. ഞാനിവിടെ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ടൈപ്പ് ഉള്ളത് ഇവിടെ ST കൊറിയറാണ്. അപ്പോൾ ST കൊറിയറിൽ ഈ സാധനം ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ട് ഏൽപ്പിക്കാനാണ് ഈ പോകുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സ് കൂടെ ഫില്ലാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പാക്ക് ചെയ്യാൻ പോവാം. A few moments later. ഗായ്സ്, അങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഗോപ്രോ ഇതിൻ്റെ അടിയിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് അയക്കാൻ 2 ID പ്രൂഫ് വേണം. അതുപോലെ തന്നെ അവരെ അയക്കാനുള്ള ലെറ്റർ, പിന്നെ ഒരു കൺട്രോൾ ലോഗ്, കൊറിയറിനുള്ള കസ്റ്റംസിൻ്റെ ഡിക്ലറേഷൻ, RMA ഫോം, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, പിന്നെ എൻ്റെ ID പ്രൂഫും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അയക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസമല്ല ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ സാധനം അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അയച്ച് എനിക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ദിവസമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇത് വീഡിയോസ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്താണ് റീപ്ലേസ്മെൻറ്റ് ബോക്സിൽ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. 4 to 6 weeks later. ഗായ്സ്, ഇതിപ്പോൾ ഡേറ്റ് 28 സെപ്റ്റംബർ ആട്ടോ, 28-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇന്നിപ്പോൾ എന്നെ ഗോപ്രോ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് UPSൻ്റെ കൊറിയർ എന്തോ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ UPSൻ്റെ ആൾ അവിടെ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ UPS ആണോ ST കൊറിയർ ആണോ എന്നറിയില്ല. ഏതായാലും ഡെലിവറിൻ്റെ ആൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ വരെ സർവീസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോവാം. പിന്നെ ഈ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഏകദേശം എൻ്റെ ടൗൺ വരെ പോകുന്നതുള്ളൂ. പക്ഷെ അന്ന് നടന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ST കൊറിയറിൽ സാധനം ഏൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ വെച്ചു. അവർ പിന്നെ ഇങ്ങോട്ട് വന്ന് കളക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. കുറേ ദിവസം അങ്ങനെ പോയി. ഏകദേശം ഒരു എന്താ ഇപ്പോൾ പറയുക, ഒരു 14-ാം തീയതിയോ അങ്ങനെ എന്തോ ഒരു ദിവസമാണ് പിന്നെ അത് ഏൽപ്പിച്ചത്. അവരെ ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ടൗണിൽ തന്നെ വന്ന് കളക്ട് ചെയ്തു. എന്നിട്ട് അവർ കൊച്ചി ഓഫീസ് വഴി സാധനം സിംഗപ്പൂരിലോട്ട് അയച്ചു. പിന്നെ 22-ാം തീയതിയാണ് അവിടെ എത്തിയത് സാധനം. ഹോങ്കോങ്ങൊക്കെ വഴിയാണ് പോയത്. അപ്പോൾ 22-ാം തീയതി എത്തി. ഏകദേശം 24-ാം തീയതി തന്നെ റീപ്ലേസ്മെൻ്റ് ആയി. അതിൻ്റെ ഇടയിൽ ഞാൻ അവരെ വിവരമൊന്നും കാണാത്തത് കൊണ്ട് ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഹെൽപ്പ് സെൻറ്ററിലേക്ക് ഒന്ന് വിളിച്ച് നോക്കി. അവരപ്പോൾ ഏകദേശം നിങ്ങളെ സാധനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരാം, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ട്രാക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തന്നു. അങ്ങനെ ട്രാക്ക് ചെയ്ത് ഏകദേശം അത് ബാംഗ്ലൂർ വഴിയായിരുന്നു എത്തിയിരുന്നത്. ബാംഗ്ലൂർ കഴിഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ഇന്നാണ് എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റും കാണിച്ചത്. ഇന്ന് തന്നെ എത്തി. ഇനിയിപ്പോൾ സാധനം നമുക്ക് ചെന്ന് കളക്ട് ചെയ്യാം, എന്നിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തായാലും ഉള്ളത്. അയ്യോ, ഇതാണ് ഞങ്ങളുടെ ടൗണ്, കൊണ്ടോട്ടി KL 84. ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് പറഞ്ഞു. ഒന്ന് സൈഡാക്കിയിട്ട് വിളിച്ച് നോക്കാം. ഒന്ന് സൈഡാക്കി വിളിച്ച് നോക്കട്ടെ. നിങ്ങൾ ഒരു ബൈക്കിലാണ് കേട്ടോ, ഒരു ബൈക്കിലാണ്. ഇവിടെ എവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ തന്നെയാണ് ഗൈസ്. കുറച്ചവനെ ഈ ഒലക്ക. ഒരാൾ വരാണ്ട് എഴുതാൻ വേണ്ടിട്ട്. നിങ്ങൾ ഏത് കൊറിയറിന്റെ ഇതിലാ? ST കൊറിയർ. ഇവിടെ ഓഫീസ് ഉണ്ട്, ഞാൻ പൂട്ടി പോയല്ലോ അല്ലേ? ഇവിടെ ആ അറ്റത്ത് കണ്ടോ ST എന്ന് പറഞ്ഞ ബോർഡ്? ഞാൻ ഇവിടെ വന്നതിന് ഈ സാധനം അങ്ങോട്ട് അയക്കാൻ വേണ്ടിട്ട്. ഇതൊരു റീപ്ലേസ്മെന്റാ. പിന്നെ കോഴിക്കോടുള്ള ഒരാൾ വന്നിട്ട് പോകാൻ പറ്റും. അടച്ചാണ്. ഞാൻ ഇപ്പം എന്താ ചെയ്യണ്ടേ? മാറ്റണോ? അല്ല ഡോക്യുമെന്റ്സ് ആണ് കൂടുതൽ. സാധനം ഉണ്ട്, ഫുള്ള് ഡോക്യുമെന്റ് ആയതുകൊണ്ട് 2 ആള് കൊടുത്ത് ഇങ്ങനെ വരിക. അപ്പൊ DRS ഒരാളെ കൈമലായിട്ട് ഇതിൽ ഫോൺ നമ്പർ പേര് വെക്കുക എന്നില്ല.
മറ്റേ ഞാൻ എഴുതിക്കോളാം, കുഴപ്പമില്ലല്ലോ. അതിൽ DRS നിങ്ങളെ അഡ്രസ്സ് ഒന്ന് എഴുതണേന് ഇല്ല, ഒരു സൈനും ചെയ്താൽ ഓക്കെ. ഓക്കെ, ഞാൻ എന്നാ വിട്ടിട്ടോ. ആ ഓക്കെ. ഇവിടുന്ന് ഇനിയുണ്ട് ആ 3 കിലോമീറ്റർ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ. ഇത് കൊള്ളുന്നില്ലല്ലോ. കൊള്ളട്ടെ. അല്ല വേണ്ട, നമുക്ക് നടു റോട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു അൺബോക്സിങ് ആക്കാം. സാധനം ഇവിടുന്ന് തന്നെ നോക്കാമല്ലോ. ഈ ബോക്സ് വലിയൊരു ഒരു കട്ടിങ് കനം ഇല്ലാത്ത ബോക്സിലാട്ടോ ഇവർ അയച്ചിട്ടുള്ളത്. ബോക്സ് തന്നെ ആകെ ഒരു ചെറിയ ഡാമേജ് ഉള്ള പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പേപ്പർ ബോക്സ്, പിന്നെ എൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്, എൻ്റെ വാറൻറ്റി. നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഗൈസ്. ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. സാധനം ഉണ്ട് ഗൈസ്. കിട്ടിപ്പോയി. കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഗോപ്രോ ബാറ്ററി ഇല്ല, സോറി, ബാറ്ററി എടുക്കാൻ മറന്നുപോയി. ബാറ്ററി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇട്ട് വെക്കായിരുന്നു. സെറ്റാണ് സാധനം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയപ്പോൾ നമുക്ക് സാധനം ഉണ്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സും നടന്ന സംഭവങ്ങളും. അയ്യോ, ഇങ്ങനൊരു വീഡിയോ, അയ്യോ ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതുപോലെ ഗോപ്രോ അടിച്ച് പോകുന്നവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്ത്. ചിലർക്ക് യൂസ്ഫുൾ ആവും ഇത് ഒരു പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ, എങ്ങനെ ഞാനിത് സാധനം കൊടുത്തു, എങ്ങനെ ഞാനിത് തിരിച്ച് ഇങ്ങോട്ട് എത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ പുതിയൊരു കണ്ടൻറ്റായിട്ട് ഉടനെ വരാം. അതുവരെ ബൈ.